കേരളം മൊത്തം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഒരു ടൈറ്റ് മത്സരങ്ങൾ 2 മത്സരമാണ് പത്തനാപുരം കൊട്ടാരക്കരയും. ഇടാൻ പോയപ്പോ കമ്പനി ഇട്ടിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ചിരിച്ചേ ഒരു ബ്യൂട്ടി ഒന്ന് കറങ്ങി കായ്ക്കുന്നാ പറഞ്ഞേ. പ്ലം കാണുന്നില്ല. ഒരു പ്ലം നമ്മളവിടെ പോയിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലം ഉണ്ട്. എനിക്ക് എന്തോ എൻ്റെ ബട്ടൺസ് എന്ന്. അപ്പോൾ വെൽക്കം ടു കൈപ്പം വ്ലോഗ്സ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഗാർഡനിലേക്ക് കുറച്ച് ചെടി മേടിക്കാൻ പോവാണ്. ചെടി മീൻസ് ആപ്പിൾ മരം. ഒരു ഗാർഡൻ സെൻറ്ററിൽ പോവാണ്. അവിടെ ഗാർഡന് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. കുറേ നാളായി നമ്മൾ ഗാർഡൻ്റെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും പുറത്ത് പോകണം. കുഞ്ഞോണി സെറ്റായോ? ഇതെന്തോ ഇത് ബട്ടൺസോ? ഓ ഇത് നല്ല ഉടുപ്പാണല്ലോ ഇവിടെ. ഓ ഇത് കൊള്ളാം. ഒന്ന് തിരിഞ്ഞ് കാണിച്ചേ. ആ ബാക്ക് തിരിഞ്ഞ്. ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ. ഒരു ബ്യൂട്ടി ഒന്ന് കറങ്ങിയേ. ഒന്ന് കറങ്ങിയേ കുഞ്ഞോണി. ഒന്ന് കറങ്ങിയേ. ഒന്ന് കറങ്ങടേ. അറിയില്ല വേണ്ട. അമ്മിതാ റെഡി ആയിരിക്കുന്നു. അമ്മച്ചിതോ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് വരട്ടെ. ശുങ്കു സ്കൂളിൽ പോയേക്കോ. ശുങ്കു അവിടെ പോയി സ്കൂളിൽ പോയി. നമ്മളവിടെ പോകും കുഞ്ഞോണി. ടാറ്റ പോകണം. ടാറ്റ പോയിട്ട് വരാം. കുഞ്ഞോണിക്ക് ടാറ്റ പോകണം. ഉറങ്ങാനിരുന്ന പെണ്ണാ. അമ്മയുടെ ഷൂ എടുത്തോണ്ട് കൊടുക്കുക. കണ്ടോ? ഇതിന്റെ ബട്ടൺസ് ഡാഡി ഇട്ട് തരാം. അതുകൊണ്ട് ഇവിടെ എല്ലാം വരച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഗാർഡൻ സെന്ററിലെത്തി. അഞ്ചു തന്നെ കളിയാക്കി ഏതെങ്കിലും ഡൂക്കളി കടയിലായിരിക്കും വന്ന് കണ്ടപ്പോൾ അഞ്ച് ഞെട്ടി കേട്ടോ. ഇഷ്ടംപോലെ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് 2 മൈലേ ഉള്ളൂ ഇങ്ങോട്ട്. ജാക്സ്ഡെയിൽ ഗാർഡൻ സെന്റർ എന്ന് പറയും. ഇഷ്ടംപോലെ സാധനമുണ്ട്. ഓ കുഞ്ഞോണി വാ. ഓടിയോ എൻ്റെ പൊന്നിഞ്ഞ ഓടിയോ. എൻ്റെ കല്ല് ഗാർഡനിലേക്കുള്ള എല്ലാ സാധനമുണ്ട്. ചട്ടിയുണ്ട് കുട്ടിയുണ്ട്. ഗാർഡനിലേക്കുള്ള ചെയറ്, ബഞ്ച് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞോണി ഡാഡിയുടെ കൂടെ ഇരുന്നോണം കേട്ടോ. ഡാഡിയുടെ പൊന്നാ ഡാഡിയുടെ പൊന്നെന്തി. വെറൈറ്റി ചെടികൾ. തോരൻ വെക്കാനുള്ള സാധനം. തോരൻ വെക്കാനുള്ളതാണ്. ഇപ്പൊ മുറിച്ചോണ്ട് പോകും. ചീര ഇതുപോലൊരു സാധനം മേടിക്കണം. ഇത് കൊള്ളാം ചേച്ചു. 399 ഉണ്ട്. റേറ്റുണ്ട്. അതെ 79 രൂപയുള്ള മറ്റേതിന്. അത് പോയി. ഇതിനെത്ര? ഇതിന് 149 ഉള്ളു ഈ സാധനത്തിന്. ഈ വെള്ള ഇതിനാണ് 140. മറ്റേത് 169. അത് കുഴപ്പമില്ല. പൂക്കളുടെ സെക്ഷനാണ്. നമ്മുടെ ആപ്പിളിൻ്റെ സെക്ഷനാണ് നമുക്ക് വേണ്ടത്. അവിടെ പോയി നോക്കട്ടെ. ചെടികളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. ഇതെന്തോടി ചെറിയാണോ? ഇത് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചെറി എടുത്തു. ചെറി സ്റ്റെല്ല. ഇതാകുമ്പോൾ നമുക്ക് ചട്ടിയിലും വെക്കാം. അത് നല്ലതാ തോന്നുന്നു. മധുരമുള്ള ഏതാണ്? അത് കുഴപ്പമില്ല. നമ്മളല്ലേ കഴിക്കുന്നേ. റെഡ് സ്വീറ്റ് ആൻഡ് ജ്യൂസി. ഒരു ആപ്പിൾ എടുക്കണം. നമ്മൾ വലിയ പൊക്കം വെക്കാത്ത ഇതാണ് എടുക്കുന്നത് കേട്ടോ. ചട്ടിയിൽ നടാൻ പറ്റുന്ന സാധനമാണ് എടുക്കുന്നത്. അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഗുഡ് ഫോർ ഈറ്റിംഗ്, ഗുഡ് ഫോർ കുക്കിംഗ്, പിക്കിങ്. നമ്മൾ ഏർലി സെപ്റ്റംബറിൽ നമുക്കിത് കിട്ടും. സെൽഫ് ഫെർട്ടിൽ,
കുഞ്ഞുമണി ചെടി നോക്കി അവിടെ കിടന്ന് ഒരു പിയർ അത് സെയിം അല്ലേ അന്ന് അതൊക്കെ കട്ടിയുണ്ട്. അതാണ്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ആപ്പിള്, എന്തൊരു പിയർ, ചെറി. ആപ്പിൾ ഒക്ടോബർ ആകുമ്പോൾ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. പ്ലം കാണുന്നില്ല. ഒരു പ്ലം നമ്മളവിടെ പോയിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലം കൂടെ വന്ന് മേടിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് മേടിച്ചാട്ടോ. വന്നുമ്പോൾ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചിലത് നമ്മൾ 2 എണ്ണം ഉണ്ടെങ്കിലേ വളരും. സെൽഫ് ഫെർട്ടൈൽ ഇതൊക്കെ തന്നെ വളരും. അല്ലെങ്കിൽ ഒരെണ്ണോടെ കൂടുതൽ ഇണയുണ്ടെങ്കിൽ മാത്രമേ ആപ്പിൾ ഫലം കായ്ക്കൂ. ഇല്ലേ അമ്മി? എന്താ ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ചെറിക്ക്. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എന്ത് ഡൗട്ടുണ്ട് ഇതുപോലെ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇച്ചിരി പൈസ കൂടുതലാണ്. ഈ ഒരു ആപ്പിൾ മരത്തിന് 54 പൗണ്ട് 55 പൗണ്ട്. പക്ഷേ നല്ല ബലവും വേരൊക്കെ ഉള്ള സെറ്റപ്പ് സാധനമാണ്. ആ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ? പരീക്ഷിച്ച് നോക്കാം. ആപ്പിൾ നമുക്ക് ഭയങ്കര നമ്മുടെ വീട്ടിലെ ബംഗ്ലാവിലെ ആപ്പിൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് കായ്ക്കുമ്പോൾ നല്ല നിറച്ച് കായ്ക്കും കേട്ടോ, എന്ന് വിശ്വസിക്കാം. നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം. വന്ന് ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. ചോറ്, ചിക്കൻ കറി. എന്ത് തോരനടി ഇത്? എന്ത്? ആ മോര് കറി. ആ തോരന്റെ പേര് അഞ്ചു തന്നെ പറയും. എന്തോടി? ടർണിപ്സ്. ഫുഡ് അടിക്കാൻ പോകണം. ഒരാൾ ഇവിടെ കയറി ഇങ്ങനെ അപ്പുറത്ത് വണ്ടിയുണ്ട്. JCB. എത്ര JCB വന്നു കുഞ്ഞോണി? 1 ആ JCB വരുന്നത് നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരാള്. ഇപ്പം അച്ചാച്ചനെ വിളിക്കാൻ പോണം. ഞാൻ ഇറങ്ങ്, താഴെ പോവും. മേളിൽ കയറില്ല. ഇഞ്ഞ വാ, നീ മേളിൽ കയറണ്ട, ഇങ്ങോട്ട് ഇറങ്ങ. ഇഞ്ഞ ഇറങ്ങ, കള്ളിപ്പണ്ണി ഇങ്ങോട്ട് ഇറങ്ങ. കുഞ്ഞുമ്മ ഉടുപ്പ് നിക്കർ എങ്ങനെ ഉണ്ട്? സൂപ്പറാണോ? ആര് മേടിച്ചോണ്ട് വന്നേ? അമ്മി മേടിച്ചോണ്ട് വന്നേണോ? ഓ 5 കറി ഏതാണ്ട് രാവിലെ അല്ല വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. തല എണ്ണയൊക്കെ തേച്ച് സെറ്റ്. ഓ ഞാൻ കുളിച്ച് ഞാൻ ഉണ്ട് ഇവിടെ. ഞാൻ കുളിച്ച് ബ്ലൂ കളർ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. അച്ചാച്ചൻ താണ്ടെ ഇവിടെ എന്തോ പരിപാടി. എന്താ അച്ചാച്ചൻ കാടമുട്ട പൊളിക്കുന്നു. ഇവിടെ നമ്മുടെ ഗാർഡനെ പണി നല്ല ഇവിടം വരെയായി കേട്ടോ. നമ്മുടെ ഇനിയിപ്പോൾ അതിനകത്ത് നാളെ മേളിലൊരു കറുത്ത ഇതൂടെ കെട്ടി ആ കറുത്ത കട്ടയില്ലേ, കട്ടയുടെ കെട്ടി നമ്മൾ ഇത് ചെയ്യും. എന്നിട്ട് മറ്റേ ഉള്ളിൽ നികത്തി താഴെ നമ്മൾ കല്ലിടും. ഈ കിടക്കുന്ന കല്ല് അങ്ങേ അറ്റത്തെ ആ കോൺക്രീറ്റ് ചെയ്ത സാധനത്തിനകത്ത് നാളെ സെറ്റ് ചെയ്യും. ഡാഡി തരണോ? വാ അങ്ങോട്ട് പോ. എല്ലാം ഡാഡി ചെയ്ത് തരണം. ഡാഡി ഉണ്ടെങ്കിൽ ഡാഡി മതി, വേറെ ആരും വേണ്ട. അങ്ങോട്ട് പോ, കുണുങ്ങി അങ്ങോട്ട് പോ. കുണുങ്ങി താണ്ട വേറൊരു കുണുങ്ങ നിൽക്കുന്നു. അച്ചാച്ച എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യും. അവിടെ 2 പേർക്കും ഒരേപോലെ കളർ ഉടുപ്പാണേ. വൈകുന്നേരം ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച്. ഗ്രീൻ ടീ നമ്മൾ സ്ഥിരം ഗ്രീൻ ടീ ആട്ടോ. ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ വണ്ണം കൂടി. ഇനിയിപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഒരാൾ ഇവിടെ നൃത്തം നൃത്തം
ഒരുപാട് കൊടുക്കുന്നുണ്ട് നീ. ചൂട് ചായ അവിടേക്ക് മതി. പൊന്നെ വീട് കുഞ്ഞുമണിയുടെ കമ്മൽ നൈസായിട്ട് അഞ്ചു അടിച്ചു മാറ്റി നോക്ക്. എനിക്കുള്ളതെല്ലാം എന്റെ കൊച്ചിനുള്ളതാ. അപ്പൊ കൊച്ചിനുള്ളത് എനിക്ക് വിടാ. ഞാൻ മാറ്റി ഇടിക്കാനൊന്നും പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇമുക്ക കൊണ്ടുവന്നപ്പോ ഇടാൻ പോയപ്പോ നിമിക്ക കമ്മൽ ഇട്ടിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അവള് സമ്മതിച്ചില്ല. ഊരി പോയാ പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല. അവിടെ കിടന്നോട്ടെ. കണ്ടോ ബേബി നിന്നെ നോക്കി കണ്ണടക്കുന്നുണ്ടോ? ബേബിയാ, കുഞ്ഞുമണിയുടെ ബേബിയാ. ബേബിയുടെ പേരെന്താ? ബുബുവോ? ബുബു. ബേബിയുടെ പേരെന്താ? എങ്ങനെയായിരുന്നു കുഞ്ഞമ്മി? ബാങ്കാവ്. കുഞ്ഞമ്മി ബേബി പേരെന്താ? ബാങ്കുവോ? പല പേരാണ് ബേബിക്ക്. രാവിലെ തൊട്ട് വൈകിട്ട് മറിഞ്ഞു പേരല്ലേ. ചുങ്കു ആങ്കു താഴെ പോവല്ലേ. ചുങ്കു ആങ്കു. ഡാഡി ചായ ഒന്ന് കുടിച്ച് തീർക്കട്ടെ. എന്നെ ഇപ്പൊ അഞ്ചെന്ന് വിളിക്കണേ. ഇന്നലെ ഇവിടെ ഇരിക്കുവാണേ. അപ്പൊ ഞാൻ ടി വി ഇട്ട് നോക്കിയിരിക്കുമ്പോൾ എന്റെ മടി കിടക്കുക. എന്നെ വിളിച്ചു അമ്മി അമ്മി 2 പ്രാവശ്യം വിളിച്ചേ. ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ. എന്നോട് അഞ്ചോ അഞ്ചോ എന്നെ ഇടയ്ക്ക്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ അമ്മി വിളിക്കും. എന്നെ ഇപ്പൊ അഞ്ചൂന്നായി വിളിക്കുന്നത്. ശുങ്കുവിനെ ശുങ്കുന്നും അച്ചാച്ചൊന്നും വിളിക്കും. ഇപ്പൊ എന്നെ പേര് വിളിച്ചു തുടങ്ങി. നല്ല കളറാട്ടോ. ഡ്യൂട്ടിക്ക് റെഡിയായി. ഇപ്പൊ ചൂട് ഉണ്ടായതുകൊണ്ട് തണുപ്പ് അത്രയ്ക്കില്ല അല്ലേ. ചിലപ്പോ രാത്രി പറയാനൊക്കത്തില്ല. ഡിപ്പെൻസ്. കാറ്റൊക്കെ ബിക്ക ടി വി ഇത് വെച്ചേരാം. ഡാഡി ടി വി വെച്ചേരാം. ഡാഡി ശുങ്കു ബിക്ക പാട്ട്. ബിക്ക ഏതാ പാട്ടെന്ന് പറയണ? ഇവിടെ നിന്ന് എക്സിറ്റ് പോൾ ഇത് കാണുകയാണ്. ന്യൂസ് ഇപ്രാവശ്യം ആര് ജയിക്കും? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളുടെ അഭിപ്രായം. UDF ജയിക്കുമോ, LDF ജയിക്കുമോ, അതോ NDA എത്ര സീറ്റ് നേടും? കൊട്ടാരക്കരയിലും അതുപോലെ തന്നെ പത്തനാപുരത്തൊക്കെ ഭയങ്കര ടൈറ്റ് മത്സരമാണ് ഞങ്ങളവിടെയൊക്കെ. കാരണം ഭയങ്കര കേരളം മൊത്തം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഒരു ടൈറ്റ് മത്സരങ്ങൾ 2 മത്സരമാണ് പത്തനാപുരം കൊട്ടാരക്കരയും. അതിലാര് ജയിക്കും? എക്സിറ്റ് പോളിൽ മൊത്തം പറയുന്നത് UDF ജയിക്കും എന്നാണ് പറയുന്നത്. കൊട്ടാരക്കരയും പത്തനാപുരത്തിൻ്റെ കാര്യമല്ല, അതിൽ നേരിയ ഭൂരിപക്ഷം LDFനാണ് പറയുന്നത്. എന്നാലും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണുന്നവർ അപ്പോൾ ആരെ ജയിക്കും എന്നുള്ളത് പറയണേ. നമ്മൾ എനിക്കൊന്ന് ഈ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേന് അത് വന്നു കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് വരും. മെയ് 4 എനിക്ക് അന്ന് അവധിയാണ്. ഞാൻ ജൂനോട് പറഞ്ഞിട്ടുണ്ട് നീ വണ്ടി കൊണ്ട് പോയിക്കോ തിരിച്ച്. ഞാൻ രാവിലെ എഴുന്നേറ്റ് അന്ന് വെളുപ്പിനെ നമുക്കിതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെന്ത് നടക്കുന്നതെന്നുള്ളത് അറിയണമല്ലോ. നമ്മുടെ നാട്ടിൽ മാത്രം അന്നത്തെ റിസൾട്ട് തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ആസാമിൽ, ബംഗാളിൽ എല്ലാം റിസൾട്ട് വരുന്ന ഇതാണ്. ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ഇലക്ഷനാണ് അത്. നമുക്ക് കാണാം ആരാ ജയിക്കുന്നതെന്ന്. ഇതിനകത്ത് UDF വരുമെന്നാണ് പറയുന്നത്. നോക്കാം. ഇപ്പം ഞാൻ അഞ്ജുവിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അവിടെ കുഞ്ഞോണി ഇതുവരെ ഉറങ്ങിയിട്ടില്ല. നിനക്ക് ഉറങ്ങിക്കൂടായിരുന്നോ ഡി? ഡാഡിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും അല്ലേടി? കുഞ്ഞോണി ഡാഡിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങോ? അമ്മച്ചി ഇവിടെ ഫുഡ് കൊണ്ടുവച്ച് ചപ്പാത്തി ചിക്കൻ കറി. ഇപ്പോൾ സൈനിങ് ഓഫ് കൈപ്പൻസ്.